ഏറെ നേരമായിട്ടും ശിവയെ കാണാതെ അച്ചു അരിശത്തോടെ ഓഫീസിനുള്ളിൽ കയറി. പെട്ടെന്ന് എന്തോ വന്നവന്റെ നെഞ്ചിലോട്ട് വീണു. തന്നെ ചുറ്റിവരിഞ്ഞിരിക്കുന്ന കൈ ശിവയുടേതാണെന്നറിഞ്ഞ അച്ചുവിന് ഒരു പരവേശമുണ്ടായി. ആരുടെയോ മേലെ പോയി ഇടിച്ച് തല ഉയർത്തി നോക്കിയ ശിവ മുന്നിൽ നിൽക്കുന്നത് അച്ചുവാണെന്ന് കണ്ട് ഒന്നുകൂടി മുറുക്കി പിടിച്ചു. അന്നേരം അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം ഒരാൾ, അത് മാത്രമേ അവൾ ചിന്തിച്ചുള്ളൂ. ഇടനെഞ്ചിൽ നനവ് അനുഭവപ്പെട്ടതും അവൾ കരയുകയാണെന്ന് അവന് ബോധ്യപ്പെട്ടു. എന്നാലും എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ബദ്രി മോശമായിട്ടെന്തെങ്കിലും? അവന്റെ ചിന്ത കാടുകയറി. അവൻ പോലും അറിയാതെ അവളെ തന്നോട് അണച്ചുപിടിച്ചു. അവളുടെ മനസ്സിലെ ഭാരം കുറക്കാനെന്നോണം അവന്റെ കൈകൾ അവളുടെ തലമുടിയിൽ തലോടി. അതൊരു ആശ്വാസമായി ശിവക്കും തോന്നി. തന്നോട് ചേർന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും അവൾ തനിക്കായുള്ളവളാണെന്ന അച്ചുവിന്റെ മനസ്സ് പറയുന്ന പോലെ. എന്തു വന്നാലും അവളെ ഉപേക്ഷിക്കരുതെന്ന് ആരോ പറയും പോലെ. മനസ്സിനെ പോലെ ശരീരവും അവളുടെ സാന്നിധ്യത്തിൽ ചൂടുപിടിക്കാൻ തുടങ്ങിയതും ചിലതൊക്കെ മനസ്സിൽ കണക്കുകൂട്ടി തന്റെ നെഞ്ചോട് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഒരിക്കലും കൈവിടിയില്ല എന്ന ഉറപ്പോടെ. അല്ലേ, ഞാൻ മോശാണോ അല്ലി? ഞാനാണോ തെറ്റുകാരി? എൻ്റെ ഭാഗത്താണോ തെറ്റ്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നിലേക്ക് ചായുന്നവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അല്ലിക്ക് അറിയില്ലായിരുന്നു. ശിവ, നീ തെറ്റുകാരി അല്ലടാ, പക്ഷേ നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. അല്ലി അത് പറഞ്ഞതും ശിവ കരച്ചിലിനിടയിലും അവളെ തല ഉയർത്തി നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവളുടെ ആത്മാവിന്റെ വേദന പോലും അറിയിച്ചു. അവളുടെ അവസ്ഥയിൽ വേദന തോന്നിയെങ്കിലും ഇനി ശിവ ഇതോർത്ത് വിഷമിക്കാൻ പാടില്ല എന്ന് അല്ലിക്ക് നിർബന്ധമുണ്ടായിരുന്നു. തോളോട് തലവെച്ച് കിടന്ന് കരച്ചിൽ ഒന്നടങ്ങിയെന്ന് ബോധ്യമായതും അല്ലി സംസാരിക്കാൻ തുടങ്ങി. ശിവ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. നീ അവനിൽ അർപ്പിച്ച വിശ്വാസം ഭദ്രക്ക് തിരിച്ച് നിന്നോടില്ലാതെ പോയി. ആരോ പറഞ്ഞതവൻ കണ്ണും പൂട്ടി വിശ്വസിച്ചു. സത്യം അന്വേഷിക്കാതെ നിന്നെ വേദനിപ്പിച്ചു. അതവന്റെ തെറ്റ്. അവിടെ നിനക്കും തെറ്റുപറ്റിയിടാ. ബദ്രി നിന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം ആൻവിക്ക് കൊടുക്കുമ്പോൾ നീ എതിർക്കാത്തത് നിന്റെ തെറ്റാ. ഫ്രണ്ട് എന്നതിലുപരി അവൾ ബദ്രിയെ പ്രണയിക്കുന്നു എന്നറിഞ്ഞിട്ടും അവനോട് പറയാത്തത് നിന്റെ തെറ്റാ. അവസാനം നിന്നെ മോശക്കാരിയാക്കാൻ അവൾ ശ്രമിച്ചപ്പോൾ അതവളുടെ കളിയാണെന്ന് അവനെ അറിയിക്കാതെ മിണ്ടാതെ നിന്നത് നിന്റെ തെറ്റല്ലേ? ബദ്രി പറഞ്ഞതുപോലെ അത് തെറ്റാണെന്നുള്ള രീതിയിൽ ഒരു നോട്ടം പോലും അവന് നേരെ നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ നിന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാവാം. പിരിയേണ്ട ഘട്ടം വന്നിട്ട് പോലും മറുത്തൊരക്ഷരം നീ മിണ്ടിയില്ല. അതൊക്കെ നിന്നെ വീണ്ടും ബദ്രിയുടെ മുന്നിൽ മോശക്കാരിയാക്കി. ഒരു മൂളലോടെ എല്ലാം കേട്ടിരുന്നു എന്നല്ലാതെ മറുത്തൊന്നും അവൾ പറഞ്ഞില്ല. ഒരു ബന്ധം, അതും പവിത്രമായൊരു ബന്ധം വെളിയിൽ സംഭവിക്കുന്നത് രണ്ടുപേരുടെയും തെറ്റ് കാരണമാകുമെന്ന് തന്റെ മുത്തശ്ശി തന്നോട് പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. എങ്കിലും തന്നെ അവിശ്വസിച്ച ബദ്രിയോട് ക്ഷമിക്കാൻ ശിവയ്ക്ക് കഴിയില്ല എന്ന് തന്നെ അവൾ ഉറപ്പിച്ചു. തന്റെ പരിശുദ്ധിയെ ചോദ്യം ചെയ്തവനോട് അവൾക്ക് വല്ലാത്ത അരിശം തോന്നി. അല്ലിക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ച് റൂമിലേക്ക് നടക്കുമ്പോഴും പഴയതൊക്കെ മറന്ന് പുതിയൊരു ജീവിതം, അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. നോക്കി 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 നിന്നു, കാത്തു കാത്തു കാത്തിരുന്നു, ഹാനിക്ക ഇഷ്ടം പറയുന്നത് എപ്പോഴാണെന്ന്. താടിക്ക് കയ്യും കൊടുത്ത് ഹാനിയെ നോക്കി പാടി തകർക്കുവാണ് റന. അവളുടെ ഓരോ പാട്ടും കേട്ട് കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയിലാവൻ. ഒട്ടും സഹിക്കാൻ കഴിയാത്തത് അവളുടെ കാളരാഗമാണ്. ഇതിനു മാത്രം നിന്നോട് എന്ത് പാപം ചെയ്ത് പടച്ചോനെ എന്ന ചോദ്യം മാത്രമേ ഇപ്പോൾ അവൻ്റെ മനസ്സിലുള്ളൂ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. എൻ്റെ പൊന്നു കൊച്ചെ, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കി അവസാനം അത് വിജയിച്ചു. പറഞ്ഞേക്ക, സാധിച്ചു തരുവോ? നാണം വരുത്തി കാലുകൊണ്ട് തറയിൽ കളം വരച്ച് ചോദിക്കുന്ന റെനയെ കണ്ട് ഹാനി ഒന്ന് ഉമിനീരിറക്കി. പറയിക്ക, സാധിച്ചു തരുവോ? എന്തോന്നാ? എനിക്ക് ഇക്കാട് ഫ്രണ്ടില്ലേ, നമ്മുടെ MD മിസ്റ്റർ ചെകുത്താൻ. അയാളെപ്പറ്റി അറിയണം. അയാൾക്കെന്താ പെണ്ണുങ്ങളോട് ഇത്ര ദേഷ്യം? അതാണോ? അതൊക്കെ എന്തിനാ നീ അറിയണേ? വല്ലാണ്ട് പ്രതീക്ഷിച്ച ഹാനിനെ കിളിപറത്തിക്കൊണ്ടുള്ള റെനയുടെ ചോദ്യത്തിന് ആദ്യമൊന്ന് ചൂളിപ്പോയെങ്കിലും പിന്നീട് അവൻ സംശയം തോന്നി. പറയാൻ പറ്റുമോ ഇല്ലയോ? പറഞ്ഞ ഇനി എന്നെ ശല്യപ്പെടുത്താൻ വരുമോ? ഞാനാണേ സത്യം വരില്ല. ഹാനി അവളെ നോക്കി പറയാൻ തുടങ്ങി. ശരിക്കും ആകാശ് എന്താണെന്ന്. ശങ്കർ മേനോന്റെയും അരുന്ധതി ശങ്കർ മേനോന്റെയും മകൻ. ആണായും പെണ്ണായും ആകാശ് മേനോൻ മാത്രം. എന്നിരുന്നാലും അതിൻ്റെതായ രീതിയിലുള്ള യാതൊരുവിധ സ്വാതന്ത്ര്യവും അവനില്ലായിരുന്നു. ശങ്കർ പറയുന്ന രീതിയിൽ അവൻ ജീവിക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അളവിലും അധികം അവനെ നിയന്ത്രിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും അതവനിൽ നിന്ന് തൻ്റെ അച്ഛനെ പതിയെ പതിയെ അകറ്റി. എന്തു ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ശങ്കറിന് വേണ്ടി പിന്നെ പിന്നെ അവൻ കുറ്റം മാത്രം ചെയ്തു തുടങ്ങി. അമ്മയും കോളേജും ആയിരുന്നു ആകാശിന് അല്പം സമാധാനം നൽകുന്ന രണ്ടിടം.
സുന്ദരമായ കോളേജ് ജീവിതത്തിൽ അവന് കിട്ടിയ എതിരാളിയായിരുന്നു ബദ്രിനാഥ്. മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ കുറഞ്ഞ കാലം കൊണ്ടവൻ എല്ലാവരിലും കണ്ണിലുണ്ണിയായി. 2 വർഷം പഠിച്ചിട്ടും തനിക്ക് നേടിയെടുക്കാൻ പറ്റാത്ത അത്ര സൗഹൃദം വെറും 3 മാസങ്ങൾ കൊണ്ട് ബദ്രി നേടിയെന്നത് അച്ചുവിന്റെ ഈഗോയെ കൂട്ടി. പഠനത്തിൽ മികവ് പ്രകടിപ്പിച്ച അച്ചുവിനോട് തിരിച്ചു ബദ്രിക്കും പരസ്പരം സംസാരിക്കാറില്ലെങ്കിലും രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ പരസ്പരം അറിയാമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് കോളേജ് ഇലക്ഷൻ വരുന്നത്. വൻ ഭൂരിപക്ഷത്തോടെ ബദ്രി കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ചുറ്റും ആർപ്പുവിളികളോടെ ബദ്രിയെ അഭിനന്ദിക്കുമ്പോൾ അച്ചുവിന് വല്ലാത്തൊരു അപമാനം തോന്നി. ആകാശ്, ഒന്നവിടെ നിന്നേ. കേട്ടല്ലോ റിസൾട്ട്. അപ്പൊ എങ്ങനെയാ? പറഞ്ഞത് ചെയ്യുന്നോ അതോ? ആര് ജയിക്കുന്നോ അവരുടെ ഷൂ തോൽക്കുന്ന ആള് തൂക്കണം എന്ന് ബെറ്റ് വെച്ചത് ആകാശാണ്. അവൻ ആ നിമിഷം അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ദേഷ്യത്തോടെയാണെങ്കിലും അവനത് ചെയ്തു. അന്നാ കൂടി നിന്ന എല്ലാവരിലും അവനോടുള്ള പുച്ഛമായിരുന്നെങ്കിൽ ഒരുവളിൽ മാത്രം അവനോടുള്ള പ്രണയമായിരുന്നു. പിന്നീട് ആകാശിന്റെ ജീവിതത്തിലെ ഇരുട്ടിനെ അകറ്റിയത് അവളായിരുന്നു, ഐഷ സുൽത്താന എന്ന ഐഷു. എല്ലാവർക്കും അവനോട് മിണ്ടാൻ പേടിയായിരുന്നെങ്കിലും അവൾക്ക് മാത്രം അതൊരു തരം ലഹരിയായിരുന്നു. അവളുടെ മാത്രം അച്ചുവേട്ടൻ. പതിയെ പതിയെ അവന്റെ ലോകവും അവളിൽ മാത്രമായി ചുരുങ്ങി. ഐഷു വഴി അവൻ എല്ലാവരോടും മിണ്ടാനും കൂട്ടാവാനും ഒക്കെ പഠിച്ചു. ആര് കണ്ടാലും അസൂയ തോന്നിക്കുന്ന തരത്തിൽ പിന്നീട് അവരുടെ ബന്ധം വളർന്നു. പ്രണയം പോലും തോറ്റുപോകുന്ന ബന്ധം. എന്നാൽ അവന്റെ സന്തോഷങ്ങളെ അവളായി തന്നെ തകർത്തു. ഐറ, ഐഷു എവിടെ? ഇവിടെ ഇല്ലല്ലോ. ഐഷു ചേട്ടായിയുടെ അടുക്ക പോവാന്ന് എന്നാ പറഞ്ഞിറങ്ങിയേ? ആണോ? അപ്പൊ അവൾ എൻ്റെ ക്ലാസ്സിൽ കാണും. അന്നച്ചു പതിവിലും സന്തോഷവാനായിരുന്നു. അമ്മയോട് ഐഷുവിന്റെ കാര്യം അവതരിപ്പിച്ചു. സമ്മതം വേണമെങ്കിൽ അവളെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് അവളെയും കൂട്ടിവരാം എന്ന് പറഞ്ഞ അവൻ ഇറങ്ങിയത്. ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടും കണ്ടില്ല. അങ്ങനെ ലൈബ്രറി ഭാഗത്ത് എത്തിയപ്പോൾ ആരുമായോ സംസാരിച്ച് നിൽക്കുന്ന ഐഷുവിനെയാണ് കണ്ടത്. നീ ഇതെന്തൊക്കെയാ പറയണേ? ഇതറിഞ്ഞാൽ ആകാശ് അവൻ തകർന്നു പോകും ഐഷു. വിനു അവളോട് സംസാരിക്കുന്നത് കേട്ട് അച്ചു ഒന്ന് നെറ്റിച്ചൊളിച്ചു. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മുഖം അവൻ കാണുന്നില്ല. വേണ്ട വിനു, ഇനിയൊരു സംസാരം വേണ്ട. എൻ്റെ തീരുമാനത്തിലോട്ട് മാറ്റമില്ല. പിന്നെ എന്തിനായിരുന്നടി നീ അവനോട് അങ്ങോട്ട് പോയി ഇഷ്ടം പറഞ്ഞതും സ്നേഹിച്ചതും? പാതിവയിൽ ഉപേക്ഷിക്കാനായിരുന്നോ? നിന്റെ അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ടല്ലോ. അത് നിനക്ക് ആദ്യമേ അറിയുന്ന കാര്യമായിരുന്നില്ലേ? അവനോടതി നിർത്ത് വിനു. എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ മനസ്സ് മാറ്റാനാണ് നീ പറയുന്നതെങ്കിൽ വേണ്ട. ഇത്ര നാളും അവനെ സ്നേഹിച്ചതും കൂടെ നടന്നതും അവനെ മുതലെടുക്കാനായിരുന്നെന്നും അവനേക്കാൾ നല്ലൊരു പണക്കാരനെ കിട്ടിയപ്പോൾ അവനെ കെട്ടാൻ തന്നെയാ എൻ്റെ ഉദ്ദേശമെന്നും ഞാൻ പറഞ്ഞ. ബാക്കി പറയുന്നതിന് മുന്നേ അച്ചുവിൻ്റെ അടി ഐഷുവിന് വീണിരുന്നു. അടിയുടെ ആഘാതത്തിൽ അവളൊന്ന് വേച്ചുപോയി. അച്ചു, മിണ്ടരുത് നീ. പോ എൻ്റെ മുന്നിൽ നിന്ന്. അതൊരു അലർച്ചയായിരുന്നു. അപ്പോഴും ഐഷുവിന്റെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു. ഭ്രാന്തനെ പോലെ തലമുടി കൊരുത്തു അവൻ ആ ലൈബ്രറിയിൽ നിന്ന് കരയുമ്പോഴും തിരിഞ്ഞു നോക്കാതെ അവൾ നടന്നകന്നു. അവൻ അത്രയും അവളെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയത് തുടർന്ന് അച്ചുവിനുണ്ടായ ഡിപ്രഷനിലൂടെ ആയിരുന്നു. ഐഷു പോയതോടെ അവൻ തീർത്തും പഴയതുപോലെയായി. പിന്നീട് അവനെ കാണാൻ അവൾ ഒരിക്കൽ പോലും വന്നിട്ടില്ല. എല്ലാം മാറാൻ 6 മാസത്തോളം വേണ്ടി വന്നു. ഇതിനിടെ അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ടായി. മനസ്സുകൊണ്ട് അവന്റെ അച്ഛനിൽ നിന്നും ഒരുപാടകന്നു. ഡിപ്രഷനിൽ നിന്ന് റിക്കവർ ആയതോടെ അവന്റെ മനസ്സിൽ നിന്ന് ഐഷു എന്ന വ്യക്തി പോലും മാഞ്ഞു പോയിരുന്നു. എന്തിനും ദേഷ്യപ്പെടലായി. കാരണം അറിയാതെ തന്നെ പെണ്ണുവർഗത്തോട് മുഴുവനായും അവന് ദേഷ്യം കാണിക്കാൻ തുടങ്ങി. പറഞ്ഞു നിർത്തിയ ഹാനി നോക്കിയതും കണ്ണു നിറച്ച് തൻ്റെ മുന്നിലിരിക്കുന്ന റനയെയാണ് കണ്ടത്. അവളുടെ കണ്ണു നിറഞ്ഞത് അവനെ വിഷമിപ്പിക്കുന്നതായിട്ട് തോന്നി. എന്നാലും അത് കാര്യമാക്കാതെ അവൻ തിരിഞ്ഞിരുന്നു. എന്നിട്ട്? റന വീണ്ടും ചോദിച്ചതും ഹാനി ഇനി എന്താ എന്നുള്ള ഭാവത്തിൽ അവൾക്ക് നേരെ നോക്കി. വേറെ എന്താ, ബ്രേക്കപ്പ്. സാധാരണ എല്ലായിടത്തും നടക്കുന്നതാണെങ്കിലും അവനത് ശരിക്കും ഫീലായി. അവനെ തകർത്തു. നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല, വേണ്ടത്ര കെയർ ലഭിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്ന സമയം നമ്മളോട് കൂടുതൽ ആരെങ്കിലും കൂട്ടായ പിന്നെ അവരാണ് നമ്മുടെ എല്ലാം എന്ന ചിന്ത വരും. അത് അവനും വന്നു. പെട്ടെന്ന് അവൾ പോയപ്പോൾ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പൊ അവന് ഇങ്ങനൊരവസ്ഥയിൽ കൂടി കടന്നു വന്നതാണെന്ന് പോലും അറിയില്ല. അപ്പോ കഴിഞ്ഞതൊന്നും സാറിന് ഓർമ്മയില്ലേ? ഐശുവിനെ പോലും അവൻ മറന്നതാണോ അതോ മറന്നതായിട്ട് അഭിനയിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. ഹോസ്പിറ്റലിസ്റ്റ് ആയിരുന്ന സമയത്തുള്ളതും അതിന് കാരണമായതും ഒന്നും പിന്നീട് അവൻ പറഞ്ഞിട്ടില്ല. മറ്റാരും ഓർമ്മിപ്പിക്കാൻ ചെന്നിട്ടുമില്ല. പിന്നീട് വന്നില്ലേ? റനയുടെ വാക്കുകൾ ഇടറിയിരുന്നു. ഇല്ല. എവിടെയും കാണും. അവൻ മനസ്സിനെ തകർത്തിട്ട് സുഖമായി ജീവിക്കാൻ പോയതല്ലേ. അവന്റെ സ്നേഹത്തെക്കാൾ അവൾക്ക് വലുത് പണമായിരുന്നല്ലോ. സുഖമായി ജീവിക്കാൻ പോയതല്ലേ. ഇനിയും അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ റന വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി.
കണ്ണുകൾ നിറഞ്ഞു. ഇനിയും മുന്നിലുള്ള കാഴ്ച അതിനെപ്പറ്റി അവൾക്ക് കേൾക്കാൻ അവ്യക്തമായിരുന്നു. താല്പര്യമില്ലാത്ത പോലെ ഐഷ റന വേഗത്തിൽ സുൽത്താന എന്ന താൻ പുറത്തേക്കിറങ്ങി. എഴുത്തു. ഒരുപാട് കണ്ണുകൾ സ്നേഹിച്ച ആൾ നിറഞ്ഞ് മുന്നിലുള്ള അച്ചുസർ കാഴ്ച അവൾക്ക് ആയിരിക്കുമെന്ന് ഒരിക്കലും അവൾ അവ്യക്തമായിരുന്നു. വിചാരിച്ചിരുന്നില്ല. ഐഷ സുൽത്താന അവസാനമായി എന്ന ഇത്തു തന്റെ കാണാൻ ഇത്തു ആഗ്രഹിച്ച മുഖം ഒരുപാട് സ്നേഹിച്ച ആൾ സാറിൻ്റെതായിരുന്നോ? അച്ചുസർ ആയിരിക്കുമെന്ന് ഇതാ, ഒരിക്കലും അവൾ താങ്ക്സ്. വിചാരിച്ചിരുന്നില്ല. തനിക്ക് നേരെ കോട്ട് അവസാനമായി ഇത്തു നീട്ടിപ്പിടിച്ചുകൊണ്ട് കാണാൻ ആഗ്രഹിച്ച മുഖം സാറിൻ്റെതായിരുന്നോ? ഇതാ, താങ്ക്സ്. തനിക്ക് നേരെ കോട്ട് പിടിച്ചോണ്ട് നിൽക്കുന്ന ശിവയെ അവനൊന്ന് നോക്കി. ഇന്നലെ കരഞ്ഞ് നിലവിളിച്ചവളാണെന്ന് പറയില്ല. പഴയ കുസൃതി നിറഞ്ഞുള്ള നോട്ടം ഇപ്പോഴുമുണ്ട്. അവളോട് ഇന്നലത്തെ കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു അവന്. താൻ ഇന്നലെ പറഞ്ഞ ഫയൽ എവിടെ? ചോദിക്കാൻ തുനിഞ്ഞെങ്കിലും പിന്നെന്തോ വേണ്ടെന്ന് വെച്ചു. അതവിടെ ഉണ്ടല്ലോ. എവിടെ? അവളിലൂടെ കൂടുതൽ വാചാലനാകാൻ താല്പര്യമുള്ളവനെ പോലെ വീണ്ടും അവൾക്ക് നേരെ ചോദിച്ചു. ഞാനിവിടെ വെച്ചതാണല്ലോ, എന്നിട്ട് കാണുന്നില്ലല്ലോ. അവനെ ഒന്ന് ചുണ്ടുകൂർപ്പിച്ചു നോക്കി. അവന്റെ തന്നെ ചെയറിനടുത്തുള്ള കബോർഡ് തുറന്ന് ഫയൽ നോക്കുന്നതിനിടക്കാണ് അവിടുള്ള ഒരു സ്റ്റാഫ് വന്ന് അച്ചുവിനോട് ഒരാൾ കാണാൻ വന്നെന്ന് പറഞ്ഞത്. ശിവ വായി നോക്കുന്നതിനിടെ പറഞ്ഞതായതുകൊണ്ട് തന്നെ അവന് വന്ന ആളോട് ദേഷ്യം തോന്നി. വരാൻ പറയ്. കുറച്ച് കഴിഞ്ഞ് അകത്തേക്ക് കയറുന്ന ആളെ കണ്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവളൊന്ന് ഞെട്ടി. അവൾ അറിയാതെ തന്നെ ആ നാമം ഉരുവിട്ടു. അച്ഛൻ. തന്റെ അച്ഛന് നേരെ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നെടുത്ത് വാരി പുണരുന്ന അച്ചുവിനെ അവളൊരു അത്ഭുതത്തോടെ നോക്കി. ആഹ്, വാട്ട് എ സർപ്രൈസ്! എത്രയായി അപ്പ കണ്ടിട്ട്? എന്നേക്കാൾ വലിയ ബിസിനസ്മാൻ ആയോ? അതോ വേണി അമ്മയുമായി എപ്പോഴും റൊമാൻസ് ആണോ? ഇതാ കള്ള തെമ്മാടി, നിനക്ക് നാവിന് നീളൽപ്പം കൂടിയിട്ടുണ്ട്. ആനന്ദിനോട് കുറുമ്പ് കാട്ടുന്ന അച്ചുവിനെ അവൾ കണ്ണുമീച്ചു നോക്കി. ഇത്രയും നന്നായി ആരോടും അവൻ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. സ്നേഹത്തോടെ അച്ചുവിനെ ആനന്ദ് തലോടുന്നുണ്ട്. എന്തൊരു സ്നേഹം! വല്ലാണ്ടങ്ങ് സ്നേഹിക്കണ്ട. സ്വന്തം മകൾ നിന്നിട്ട് ഒന്ന് നോക്കുന്നു കൂടിയില്ല കള്ളക്കളവൻ. അവളിലെ കുശുമ്പി ഉണർന്നു. അവരെ നോക്കി പിറുപിറുക്കുന്നത് ആനന്ദ് കണ്ടെങ്കിലും ഉള്ളിൽ ചിരിച്ച് അവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അച്ചുവിനോട് സംസാരം തുടർന്നു. മകളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് അവൾക്ക് താല്പര്യമില്ല. അത് ആനന്ദിനും അറിയാം. പക്ഷേ തന്നേക്കാൾ കൂടുതൽ അവനോട് സ്നേഹം കാണിക്കുന്നത് ശിവയ്ക്ക് ഇഷ്ടായില്ല. അച്ചു, ഇതാണോ മോന്റെ PA? അരുന്ധതി പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. നീ ഗേൾസ് സ്റ്റാഫിനെ വെച്ചെന്ന്. അല്ല, കുട്ടിയുടെ പേരെന്താ? എന്റെയോ എന്നുള്ള ഭാവത്തിൽ അവൾ അയാളെ നോക്കി. ആഹാ, എന്തൊരഭിനയം! പല്ലുകടിച്ചവൾ അയാളെ നോക്കിയെങ്കിലും അച്ചു കാണാതെ അവൾക്കൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു കൊടുത്തു. ശിവ. പിന്നെ പറയപ്പാ, എന്താ പെട്ടെന്ന്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ, ചെറിയൊരാവശ്യമുണ്ട്. പക്ഷേ നിന്നോട് അതെങ്ങനെയാ? നമ്മളൊക്കെ പറഞ്ഞാ നീ അത് കേക്കില്ലല്ലോ. അപ്പാ, സെന്റി അടിക്കല്ലേ. വന്ന കാര്യം പറയ്. വന്ന കാര്യം. അതും പറഞ്ഞ് ആനന്ദ് ഇടം കണ്ണിട്ട് ശിവയെ ഒന്ന് നോക്കി. ഇത്ര നേരം മൈൻഡ് ചെയ്യാത്ത ആൾ ഇപ്പൊ എന്തിനാ നോക്കുന്നത് എന്നുള്ള ഭാവത്തിൽ സംശയത്തോടെ അവളും നോക്കി. ഞാനും അരുന്ധതിയും കൂടി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നിനക്ക് സമ്മതമാണെങ്കിൽ എന്റെ മോളെ നിനക്ക് തരാമെന്ന. അച്ചുവും ശിവയും ഞെട്ടി. അവളുടെ കണ്ണുകൾ കാത്തുനിന്ന പോലെ നിറഞ്ഞു തുളുമ്പി. അധിക നേരം അവിടെ നിൽക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് അവൾ വേഗം പുറത്തിറങ്ങി.